നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഹെഡ്ലൈറ്റ് ഒന്ന് ഇട്ടേ, ഡിമ്മും ബ്രൈറ്റും അടിച്ചേ, ഓഫ് ചെയ്ത് ഒന്നുകൂടി ഇട്ടേ, ഡിമ്മും ബ്രൈറ്റും ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഡിമ്മും വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ബ്രൈറ്റും വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ലെഫ്റ്റ് സൈഡ് ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഹെഡ്ലൈറ്റ് ബൾബ് നോക്കണം, ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ കംപ്ലൈൻറ്റ് ആണോ നോക്കണം. എന്തായാലും നമുക്ക് ഹെഡ്ലൈറ്റ് ബൾബ് ഒന്ന് അഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റ് ബൾബ് അഴിക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിലാണ് ഹെഡ്ലൈറ്റ് ബൾബ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അഴിക്കുന്നതെന്ന് നോക്കാം. ഹെഡ്ലൈറ്റ് ബൾബ് അഴിക്കാനായിട്ട് ഈ കാണുന്ന സോക്കറ്റ് ജസ്റ്റ് വലിക്കുക. ഓക്കെ, വലിക്കുക. ഇതാണ് ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ സോക്കറ്റ് വരുന്നത്. അപ്പോൾ ഇത് വലിച്ചതിന് ശേഷം ഈ ബൂട്ട് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ബൂട്ട് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ആ ബൂട്ടിന് പ്രത്യേകിച്ച് ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. ബൂട്ട് ജസ്റ്റ് ഇവിടെ ഈ റൗണ്ടിൽ കയറി കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അഴിച്ചെടുക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ ലോക്ക് വരുന്നത്. ഈ കാണുന്ന കമ്പി വളച്ചതുപോലെയുള്ള ലോക്കാണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് എടുക്കാനായിട്ട് ഇത് ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ ലോക്ക് ഫ്രീ ആവും. ഓക്കെ, അപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് സൈഡിലോട്ട് നീക്കുക. അപ്പോൾ പ്രസ് ചെയ്യുക, നമ്മൾ നീക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ ലോക്കിൻ്റെ ലെഗ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക, സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഓക്കെ, ബൾബ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഊരിയെടുക്കുക. നമുക്ക് ബൾബിൻ്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ രണ്ട് ഫിലമെൻറ്റും കട്ടായി പോയിരിക്കുകയാണ്. രണ്ട് ഫിലമെൻറ്റും ഒന്ന് കട്ടായിട്ട് താഴോട്ട് ഞാന്ന് കിടക്കുകയാണ്. ഇതിൽ നിന്ന് കട്ടായിപ്പോയി. ഡിമ്മും ബ്രൈറ്റും കട്ടായി പോയിരിക്കുകയാണ്. ഇവിടെ ഒരു ഫിലമെൻറ്റ് വരേണ്ടതാണ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിലമെൻറ്റ് കട്ടായി പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഹെഡ്ലൈറ്റ് ബൾബ് പോയതാണ്. അതപ്പോൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താഴത്തെ പോർഷൻ കട്ടായിരിക്കുകയാണ്, മേളത്തെ പോർഷൻ പൂർണ്ണമായിട്ടും പോയിരിക്കുകയാണ്. നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ബൾബ് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ രണ്ട് പോയിൻറ്റും കട്ടായി പോയതാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് ബൾബ് മാറുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിനുള്ളിൽ സാധാരണ കേസിൽ വരുന്നത് 6055 ബൾബാണ് വരുന്നത്. അതായത് 6055 ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6055 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 6055 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതേ വാട്ട്സിലുള്ള ബൾബ് തന്നെ നമുക്ക് മാറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഹെഡ്ലൈറ്റ് ബൾബ് മാറുന്ന സമയത്ത് അതേ വാട്ട്സിലുള്ള ബൾബ് തന്നെ മാറ്റിയിടുക. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു ഹെഡ്ലൈറ്റ് ബൾബ് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പുതിയൊരു ഹെഡ്ലൈറ്റ് ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിലമെൻറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഫിലമെൻറ്റ് കറക്റ്റാണ്, അതുപോലെ തന്നെ ഇതിനുള്ളിൽ കാണുന്ന ഒരു ഫിലമെൻറ്റും കറക്റ്റാണ്. ഓക്കെ, ഇതിനുള്ളിലൊരു ഫിലമെൻറ്റ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ താഴെ ഒരു ഫിലമെൻറ്റ് വരുന്നുണ്ട്. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വോട്ട്സ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സെയിം വാട്ട്സ് തന്നെയാണ് വരുന്നത്. 6055 എന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ബൾബ് മാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതേ വാട്ട്സിലുള്ള ബൾബ് തന്നെ മേടിച്ചിടുക. ഓക്കെ, കൂടുതലാണ് ഇതിൽ 100 ഒക്കെ ബൾബ് ഉണ്ട്. അതൊക്കെ ഇടുമ്പോൾ റിലേയും കാര്യങ്ങളൊക്കെ വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഹോൾഡർ ഉരുകി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സെയിം ബൾബ് തന്നെയാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട്
ഹെഡ്ലൈറ്റ് ബൾബ് ഒരു പൊസിഷൻ ഉണ്ട്. ഹെഡ്ലൈറ്റ് ബൾബിന് ഈ ഭാഗം താഴോട്ട് വരണം. ഈ ഭാഗം താഴോട്ട് വന്നിട്ട് ഇവിടെ 3 ലോക്ക് വരുന്നുണ്ട്. ഈ 3 ലോക്ക് കാണുന്നത്, ഈ 3 തള്ളിയിരിക്കുന്ന പ്ലേറ്റ് കാണുന്നത് ഇതിൽ ലോക്കായിട്ട് നിൽക്കേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഹെഡ്ലൈറ്റ് ബൾബ് ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് സോക്കറ്റ് കൊടുക്കുന്ന ഈ പോർഷൻ എപ്പോഴും മുകളിലോട്ട് നിൽക്കുക. അതായത് ഈ കാണുന്ന ലെഗ് മുകളിലോട്ട് നിൽക്കുക. താഴോട്ടായി കഴിഞ്ഞാൽ സോക്കറ്റ് തിരിഞ്ഞു പോകും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു വെട്ട് വരുന്നത് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ കെട്ടിയിടുക. അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സൂട്ടപ്പ് ആവില്ല. ഓക്കെ, ചരിഞ്ഞൊക്കെ ആയിരിക്കും ഹെഡ്ലൈറ്റ് ബൾബ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ലോക്കിനെ നമ്മൾ തള്ളിയിട്ട്, ഓക്കെ, ഇപ്പോൾ ബൾബ് സീറ്റായിട്ടുണ്ട്. ഈ ലോക്കിനെ തള്ളിയിട്ട് പ്രസ് ചെയ്യുക, കയറ്റിയിടുക. ഓക്കെ, അപ്പോൾ ഇത് എടുക്കേണ്ടത് പറഞ്ഞിട്ടാണ് നേരത്തെ. ജസ്റ്റ് പ്രസ് ചെയ്യുക, തള്ളുക. അതുപോലെ തന്നെ പ്രസ് ചെയ്യുക, തള്ളി കയറ്റിയിടുക, ലോക്കിൽ കയറ്റിയിടുക. ഓക്കെ, ഇനി നമുക്ക് ബൂട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബൂട്ട് കൊടുക്കാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ബൂട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ബൂട്ട് കറക്റ്റായിട്ട് തന്നെ ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കയറി ബൾബ് പോവും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ടർ പോകാനുള്ള ചാൻസ് ഉണ്ട്, വെള്ളം കയറിയിട്ട്. കാരണം ഇത് ഓപ്പണായി കിടന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ റിഫ്ലക്ടർ പോവും. ഹെഡ്ലൈറ്റ് അസംബ്ലി നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ബൾബും അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബൾബും ഫ്യൂസായി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് സോക്കറ്റ് കൊടുക്കാം. സോക്കറ്റ് കൊടുക്കാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഹെഡ്ലൈറ്റ് ഒന്ന് ഇട്ടേ, ഡിമ്മും ബ്രൈറ്റും ഒന്ന് അടിച്ചേ, ഓഫ് ചെയ്ത് ഒന്നുകൂടെ അടിച്ചേ. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് കത്തുന്നില്ലായിരുന്നു. അതിൻ്റെ കംപ്ലൈൻറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ ബൾബാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ 2 ഫിലമെൻറ്റും പോയതാണ്. അതുകൊണ്ടാണ് ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും കാണാതാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹെഡ്ലൈറ്റ് ബൾബ് മാറുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെയിം വാട്ട്സിൻ്റെ തന്നെ ബൾബ് ഇടുക. ഇത് 6055 റെഗുലറായിട്ട് വരുന്ന 6055 ബൾബ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഇടാൻ ശ്രമിക്കുക. അത് തന്നെ ഇടേണ്ടതായിട്ടുണ്ട്. കാരണം വാട്ട്സ് കൂടിയ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ റിലേയും കാര്യങ്ങളൊക്കെ വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഹോൾഡറൊക്കെ ഉരുകി പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ അതുപോലെ തന്നെ ഡസ്റ്റ് ബൂട്ട് കറക്റ്റായിട്ട് തന്നെ ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് നമ്മൾ അസംബ്ലി മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. വെള്ളം കയറിയിട്ട് അതിൻ്റെ റിഫ്ലക്ടർ പോകാനുള്ള അവസ്ഥകളുണ്ടാകും. അതുപോലെ തന്നെ ബൾബും ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകാനുള്ള, ഫ്യൂസ് പോകാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെ ഹെഡ്ലൈറ്റ് ബൾബ് മാറാമെന്നുള്ളതാണ്. ഇത് മാരുതിയുടെ ആൾട്ടോ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.